നോർത്ത് ഇന്ത്യൻ കറികളുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു റൈസ് റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെടാം. പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സവാളയും എരിവിന് ഒരു പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. സവാളയുടെ നിറമൊക്കെ നല്ലതുപോലെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്താണ്. അതുകൊണ്ട് 30 മിനിറ്റ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി വേവാൻ ആവശ്യത്തിന് 1 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് പോരായ്ക തോന്നുന്നെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് നമ്മളുടെ ബസ്മതി റൈസ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ജീര റൈസിൻ്റെ റെസിപ്പിയാണിത്. അവസാനം നമുക്ക് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂവി ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് നല്ല ഒരു ഫ്ലേവർ കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.